Good morning, students. Happy New Year. Good morning, sir. Happy New Year. എല്ലാവർക്കും ഞാൻ ഇത്തവണ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് തരുന്നുണ്ട്. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പേപ്പർ നിങ്ങൾ സ്റ്റാഫ് റൂമിൽ വന്ന് കളക്ട് ചെയ്യണം. അറിയാലോ, ജയിക്കാൻ മിനിമം മാർക്ക് 15 ആണ്. നിങ്ങൾക്ക് എത്രയിലാണ് മാർക്ക് എന്ന് അറിയാലോ, 100ലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോരുത്തരുടെ മാർക്ക് പറയാൻ പോവുക കേട്ടോ. അയ്യോ, ന്യൂ ഇയർ ആയിട്ട് ഇന്ന് പേപ്പർ തരാൻ പോവാണോ മിസ്സേ? പിന്നെ വേണ്ടേ, ഞാൻ പോയി എടുത്തിട്ട് വരാട്ടോ. അയ്യോ, ഇതെന്തായാലും വല്ലാത്ത ചതിയായിപ്പോയല്ലോ. പേടിയായിട്ട് മേല. വേറെ ആർക്കും ഒരു പേടിയില്ലല്ലോ, നമുക്ക് മാത്രമേ എത്ര പേടിയുള്ളൂ. അവന്മാരൊക്കെ പഠിച്ചിട്ടേ എഴുതിയതാ. അയ്യോ, പൊട്ടാണ്ടിരുന്നാ മതി, വീട്ടിൽ കേട്ടൂല. അത് എനിക്കൊരു സംശയം, എസ് മാത്രം എഴുതിയ ജയിച്ചോ? എന്റെ ഭഗവാനി, ഈ പാപിയോട് പൊറുക്കണമേ. എന്റെ പേപ്പർ മഴയത്തൊടിച്ചു പോവോ, കീറിപ്പോവോ, അല്ലെങ്കിൽ കാണാണ്ട് പോവോ, കത്തിപ്പോവോ ചെയ്യണമേ. സൈലൻസ് പ്ലീസ്. പിന്നെ ഒരു കാര്യം പറയാം, ഇത്തവണ വളരെ മോശം പ്രകടനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പണിഷ്മെന്റ് ഉണ്ടാവും, നോക്കിക്കോ. മിസ്സേ, എനിക്കൊരു സംശയം, മിസ്സ് ഹസ്ബൻഡായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെടാ? അല്ല, രാവിലെ തന്നെ ഞങ്ങൾക്കുള്ള പണിയായിരുന്നുകൊണ്ട് ചോദിച്ചതാ. പണിയോ? നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലാണ്ടായിരുന്നോ? അതല്ല മിസ്, നല്ലൊരു ദിവസമായിരുന്നു, ഇന്ന് തന്നെ വേണമായിരുന്നു. ചേടാ, ഇത് പരീക്ഷ പേപ്പറല്ലേ, ഇതൊന്ന് തന്നേ പറ്റൂ. മിസ്സേ, സുന്ദരി മിസ്സല്ലേ? എന്തിനാ മിസ്സേ? ഇന്ന് വേണ്ട, നാളെ മതി. ഇതിപ്പോൾ കിട്ടിയാൽ നിങ്ങളുടെ ടെൻഷൻ അങ്ങ് മാറത്തില്ലേ? പിന്നെ അതല്ല, നാളേക്ക് ഈ വീക്കിൽ പേരൻസ് മീറ്റിംഗും കൂടിയുണ്ട്. അതെ, എന്താ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്? ചത്ത് 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 ന്യൂ ഇയർ തന്നെ. സബാഷ്. അയ്യോ, തീർന്നു. അരുതരുതായിരുന്നു മിസ്. എന്താ ഇപ്പൊ പറഞ്ഞത്? കയ്യും കാലും ഒരു മരവിപ്പ്. ദൈവമേ, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാണ്ട് ഒറ്റടിക്ക് തീർത്തൂടെ? മതി മതി, ബഹളം മതി. മാർക്ക് വയ്ക്കാം. ഔട്ട് ഓഫ് 100 ആണ്. ലക്ഷ്മി 88. ശ്വേത 75. വാസായി. താങ്ക് യു മിസ്. മീനു 88. പിന്നെ മീനുവും ലക്ഷ്മിക്ക് ഒരേ മാർക്കാണല്ലോ. ഒരുമിച്ചല്ലേ ഇരുന്നേ? അതെ മിസ്, പക്ഷേ ഞങ്ങളെ ഒരുമിച്ചാ പഠിച്ചേ, അതാ. അതെ മിസ്, ഞങ്ങളെ ഒരുമിച്ച് പഠിച്ചോണ്ടാ. ശരി, വിശ്വസിച്ചു. ഞങ്ങളുടെ മാർക്കൊന്ന് പറ, ഇപ്പൊ ഞങ്ങൾ തലകറിഞ്ഞു വീഴും. പാർവതി. പാർവതിയുടെ മാർക്ക് ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു മാർക്കാ. അയ്യേ, കരയല്ലേ? മിസ്സിനറിയാമോ, ഒരു ദിവസം കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചതാ. എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ല മിസ്. അതൊക്കെ പൊട്ടിയിട്ട് പറഞ്ഞ അതെടുത്ത് പോലും കേട്ടില്ലേ മിസ്? അയ്യേ, എന്തുവായത്? കരയാൻ പറഞ്ഞില്ലല്ലോ, നീ മാർക്ക് പറഞ്ഞില്ലല്ലോ. കരിച്ചിട്ട് നിർത്തിക്കേ. എന്നാലും മിസ്, എന്നാ കേട്ടോ, 97. അതെ, ഇത്തവണ ക്ലാസ് ടോപ്പ് നമ്മുടെ പാർവതിയാണ്. അപ്പോൾ സെക്കൻഡായിരിക്കും എനിക്ക്. അടുത്തത് ഇതേപോലെ തന്നെ എനിക്ക് ഞെട്ടലുണ്ടാക്കിയൊരു പേപ്പറാണ്. അതെ, ഈ പഠിപ്പിയായ എൻ്റെ പേപ്പർ. പറയൂ മിസ്സേ, സെക്കൻഡാന്ന് പറ മിസ്സേ. ഈ പേപ്പർ ഒരു പ്രത്യേക പേപ്പറാണ്. ഇതിൽ എസ് ഒന്നും എഴുതിയിട്ടില്ല, ബാക്കി എല്ലാ വൺവേഡും എഴുതിയിട്ടുണ്ട്. അതിന് എസ് ഒന്നും വന്നില്ലല്ലോ. വാസു 14. അതെ, 14. മിസ്സേ, ഒരു മാർക്ക് തോപ്പിച്ചല്ലേ? എടാ, അതിന് പേപ്പറിൽ വല്ലതും വേണ്ട മാർക്കിടാൻ. മിസ്സേ, ഒരു മാർക്കെങ്കിലും കൂട്ടിത്താ മിസ്സേ. ഞാൻ തോറ്റാല് വീട്ടിൽ വിഷയാവും മിസ്സേ. അത് ശരി, ഇനിയിപ്പം മോങ്ങിയിട്ട് എന്തിനാ? മര്യാദക്ക് പഠിക്കണമായിരുന്നു. ആർക്കും ഒരു മാർക്ക് പോലും കൂടുതൽ തരത്തില്ല. എഴുതിയേക്കുന്നതിന് മാത്രമേ മാർക്കുള്ളൂ. മിസ്സേ, എന്താ മടിയാ മിസ്സേ? എനിക്ക് മാർക്ക് കിട്ടുമ്പോൾ വീട്ടിൽ ചിക്കൻ ബിരിയാണി വെച്ച് തരാതമ്മ പറഞ്ഞതാ. ഇനി തോറ്റു കുടിച്ചതാ, കഞ്ഞിയും വയറും മാത്രം തിന്ന് ജീവിച്ചിട്ട് വരും മിസ്സേ. എന്തിനാ മിസ്സേ, ഒരു മാർക്കല്ലേ ഉള്ളൂ, ഒരു അര മാർക്കെങ്കിലും കൂട്ടിത്താ മിസ്സേ. ഇതൊന്നും പാസ്സാക്കും പ്ലീസ് മിസ്സേ, പ്ലീസ്. എടാ, കരയില്ലടാ മിസ്സേ, എനിക്ക് ഈ തോൽവി സഹിക്കാൻ പറ്റത്തില്ല മിസ്സേ. എന്തിനാ മിസ്സേ, ഒരു മാർക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ, പ്ലീസ് പ്ലീസ്. നടക്കത്തില്ല മിസ്സേ, ഞാനിത് നല്ലോണം പഠിച്ചോളാം.
ഉറപ്പായിട്ട് പഠിച്ചോളാം. എന്റെ തോപ്പിക്കില്ലേ മിസ്സേ, എന്റെ തോപ്പിക്കില്ലേ. നീ അവിടെ നിന്ന് ഫുൾ കോപ്പി ചെയ്യായിരുന്നല്ലോ, എന്നിട്ട് പോയി നിനക്ക് 14 കിട്ടിയുള്ളൂ. അതാ മിസ്സേ, ഞാൻ ഇവളുടെ നോക്കി എഴുതി, അവളുടെ നോക്കി എഴുതി. അതായിരുന്നു എനിക്ക് പറയാനുള്ള. ഞാനൊരു 14 കൂടുതൽ മാർക്ക് എന്തായാലും എനിക്കുണ്ടാവും. മിസ് ഒന്നുകൂടി ചെക്ക് ചെയ്യും മിസ്സേ. ചേടാ, ന്യൂ ഇയർ ആയിട്ട് കരയണ്ട, 1 മാർക്ക് ഇട്ടേതും ജയിക്കും. പക്ഷേ ഇനി അടുത്തൊരു എക്സാമിനും കൂടി ഞാൻ നോക്കും. എങ്ങാനും ഇതുപോലെയാണെങ്കിൽ നിന്റെ 2 മാർക്ക് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്യും. മിസ്സേ ഞാൻ പഠിക്കും മിസ്സേ, മിസ്സേ എന്നെ കണ്ടാലേ അറിയില്ലേ ഞാൻ പഠിപ്പിയാന്ന്. ആ ലുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയില്ലേ മിസ്സേ, ഞാൻ എന്തായാലും മാർക്ക് വാങ്ങും. ചതിക്കരുത് എന്നെ. ആ ശരി, നീ ബാക്കിയുള്ളവരുടെ മാർക്ക് വയ്ക്കാം.